അന്നപൂരണി മൂലം മതവികാരം വ്രണപ്പെട്ടവരോട് ചിത്രത്തിലെ നായിക നയൻതാര രാമന്റെ പേരിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അയോധ്യയിൽ സംഘപരിവാറിന്റെ രാമരാജ്യം പൂത്തുലയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് നയൻതാര മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. നയൻതാര മാപ്പ് പറയില്ല എന്നും സംഘപരിവാറിന്റെ ഭീഷണികളെ പുച്ഛിച്ച് തള്ളുമെന്നെല്ലാം കരുതിയവരാണ് ഏറെ പേരും. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നയൻതാര മാപ്പ് പറഞ്ഞത്. ജയ് ശ്രീറാം വിളിച്ച് മാപ്പ് അപേക്ഷിക്കുന്ന തരത്തിൽ സംഘപരിവാറിന് മുന്നിൽ സമ്പൂർണ്ണ കീഴടങ്ങൾ നടത്തുമെന്ന് ആരാധകർ കരുതിയില്ല എന്നതാണ് സത്യം. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും പൊതുവിൽ കണ്ടുവരുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പും വിമർശനവുമായിരുന്നു. അവരുടെ സിനിമകളും സിനിമാ പ്രവർത്തകരും കൃത്യമായ നിലപാടുകൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ പറയുന്നവരാണ്. 2017 ഒക്ടോബർ 25 തമിഴ് സിനിമാ മേഖലയിൽ നിന്നും പുറത്തു വന്നൊരു പ്രസ്താവനയുണ്ട്. യേശു രക്ഷിക്കുന്നു എന്ന തലക്കുറിപ്പോടെയുള്ള ലെറ്റർ പാഡിന് കീഴിൽ ഇങ്ങനെ എഴുതിയിരുന്നു: സി ജോസഫ് വിജയ്. ആരാധകർ സ്നേഹത്തോടെ ഇളയ ദളപതി എന്ന് വിളിക്കുന്ന വിജയ് തന്നെയായിരുന്നു അത്. തന്റെ മതം പറഞ്ഞ BJP സംഘപരിവാറുകൾ നടത്തി വന്ന കോലാഹലങ്ങൾക്കുള്ള സാക്ഷാൽ വിജയുടെ മറുപടിയായിരുന്നു അത്. ഇപ്പോഴത്തെ പോലെ സിനിമയുടെ പേരിൽ തന്നെയായിരുന്നു വിജയ്ക്കെതിരെ ഹിന്ദുത്വ ശക്തി തിരിഞ്ഞത്. മെർസൽ എന്ന വിജയ് ചിത്രത്തിൽ നോട്ട് നിരോധനത്തെയും ഡിജിറ്റൽ ഇന്ത്യയെയും വിമർശിച്ചതും അമ്പലങ്ങൾക്ക് പകരം ആശുപത്രികൾ പണിയണമെന്ന ആഹ്വാനം ചെയ്തതുമൊക്കെയായിരുന്നു BJPക്കാരെയും പരിവാറുകാരെയും പ്രകോപിപ്പിച്ചത്. അതിനെ സംഘപരിവാർ വിജയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. എന്നാൽ ക്യാമറയ്ക്ക് പുറത്ത് വിജയ് സിനിമയിലെ നായകനേക്കാൾ കരുത്തോടെ നിൽക്കുകയായിരുന്നു. പിന്നാലെ സംഘപരിവാർ വിജയിനെ ക്രിസ്ത്യാനിയാക്കി. ജോസഫ് വിജയ് ആയതുകൊണ്ടാണ് അയാൾ പിള്ളിയാർ കോവിൽ പൊളിച്ച് ആശുപത്രി കെട്ടാൻ പറഞ്ഞതെന്ന വർഗീയത നാട് മുഴുവൻ പരത്തുകയും ചെയ്തു. തമിഴിന് പുറമെ മറ്റുള്ള ഭാഷകളിലും ലക്ഷക്കണക്കിന് ആരാധകരുള്ള വിജയുടെ ജാതിയോ മതമോ അന്നേ വരെ ഒറ്റയാൾ പോലും അന്വേഷിക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ സംഘപരിവാർ ഒരു രാത്രി കൊണ്ട് അയാളെ ക്രിസ്ത്യാനിയാക്കി, പിന്നീട് പൊതുശത്രുവാക്കി പ്രഖ്യാപിച്ചു. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുകയും രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങൾ പതിവായി സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നാണ് നയൻതാര മാപ്പപേക്ഷയിൽ പറഞ്ഞതെങ്കിൽ, മതം പറഞ്ഞ് തന്നെ ആക്രമിക്കാൻ വരുന്നവരുടെ മുന്നിലേക്ക് അതേ ഞാൻ ജോസഫ് വിജയ് ആണ്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് സധൈര്യം പറഞ്ഞുകൊണ്ടായിരുന്നു വിജയ് വന്നത്. ഒരാളോടും മാപ്പ് പറയാനും വിജയ് മെനക്കെട്ടില്ല, ഒരാളെയും പേടിക്കാനും നിന്നില്ല. വിജയ് മാത്രമല്ല, പ്രകാശ് രാജ്, കമൽഹാസൻ, സിദ്ധാർത്ഥ്, അരവിന്ദ് സ്വാമി, വിജയ് സേതുപതി തുടങ്ങിയ പല നടന്മാരും ഇന്ന് സംഘപരിവാറിന്റെ ശത്രുക്കളാണ്. എല്ലാവരും നഷ്ടപ്പെടാൻ പലതുമുള്ള താരങ്ങൾ തന്നെയാണ്. എങ്കിലും അവർ എന്നും നിലപാടുകളിൽ ഉറച്ചു തന്നെ നിന്നു. ആ നടന്മാർ കാണിച്ച ആർജവത്തിന്റെ 10-1 ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന നടിയിൽ നിന്നുണ്ടാകണമായിരുന്നു എന്നതാണ് സിനിമാ ലോകം പോലും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്.